ഹലോ ഗായ്സ്, വൈകുന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു ട്ടോ. അപ്പോഴാണ് മോൾക്ക് പുറത്തു പോണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. പിന്നെ ഞാൻ ഉറങ്ങാൻ നിന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. വണ്ടി എടുക്കാൻ നേരത്ത് ആൾക്ക് ഹെൽമെറ്റ് പൊന്തൊന്നുമില്ല, എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വരും. എന്ന് വെച്ചാല് വേറെ ഒന്നല്ല, ആള് ഭയങ്കര സോപ്പിടലാണ്. ഹെൽമെറ്റ് അങ്ങോട്ട് തന്നു കഴിഞ്ഞ പിന്നെ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷാണ്. അപ്പൊ പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് ഫ്രണ്ടിൽ അങ്ങോട്ട് ഇരുന്നു. വണ്ടി ഒന്ന് അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞ് പിന്നെ അവൾക്ക് ബാക്കിൽ ഇരിക്കണം അമ്മയുടെ അടുത്ത്. അപ്പൊ പിന്നെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാലോ. ഫ്രണ്ടിലാവുമ്പോ അവൾക്ക് ഇരിക്കാൻ പറ്റില്ലേ. എങ്ങടാ പോവാന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോഴാണ് പിടുത്തം കിട്ടിയത് ഇവൾക്ക് വെള്ളം നല്ല ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ ഒന്ന് കടല് കാണാന്നുള്ള ഒരു പ്ലാനിങ് ആയി. പുറത്തു പോകുന്ന സന്തോഷം കൊണ്ട് അവള് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോ നല്ലൊരു കാഴ്ച കണ്ടേ. വേറെ ഒന്നല്ല, പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നു. ഞാനത് ചെറുപ്പക്കാലൊക്കെ ഒന്ന് ആലോചിച്ചു പോയി. അങ്ങനെ ഞങ്ങളിപ്പോ ഇത് കാവിലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇനിയിപ്പോ കുറച്ചും കൂടെ അങ്ങോട്ട് പോണം. പൊന്നാനി കടല് കാണാന്നുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച ഹൈസ്കൂള്. ഞാൻ മോളുടെ അടുത്ത് പറയുന്നുണ്ട് ഇതാണ് ഞാൻ പഠിച്ച സ്കൂളെന്ന്. അവള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ എന്തോ. അങ്ങനെ ഞങ്ങളിവിടെ ചമ്രോട് എത്തിയിട്ട് ഇതാണ് ട്ടോ അയ്യപ്പ ക്ഷേത്രം. അപ്പൊ ഇത് പുഴയോട് ചേർന്നുള്ള ക്ഷേത്രം ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. അപ്പൊ നേരെ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലോട്ട് എത്താട്ടോ. ഇത് പിന്നെ ഫുഡ് കഴിക്കുന്ന സ്പേസ് ആണ് കേട്ടോ. ഒന്നും പറയണ്ട, രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. താരമോൾ എന്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അത് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം അവൾക്ക് നല്ല ഇഷ്ടമാണെന്നുള്ളത്. പാലത്തിന്റെ അടിത്തെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആള് ഇങ്ങനെ തിടുക്കം കൂട്ടിയിരുന്നത്. അങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടിട്ട് ഞാനും അങ്ങോട്ട് കുറച്ചു നേരം നിന്ന്. പിന്നെ വേറെ ഒന്നുമില്ല, ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഈ വലിയ വണ്ടികൾ വരുന്നോണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചമ്രോട്ടം പാലം കടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കർമ്മ റോഡിലോട്ട് കേറിയിട്ട് ഇവിടെ പുഴയോട് ചേർന്നിട്ട് തന്നെ റോഡായതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എന്ത് കണ്ടിട്ട് തിരക്കെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അപ്പൊ വീണ്ടും നമ്മളെ താരമോൾ ഇങ്ങനെ ശല്യപ്പെടുത്തല് തുടങ്ങിട്ടോ. വേറെ ഒന്നല്ല, ഇവിടെ കുട്ടികൾ കളിക്കുന്ന പാർക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വണ്ടി ഒന്നും എല്ലാം അങ്ങോട്ട് സൈഡാക്കി ഒന്ന് കേറി നോക്കാലോ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന് ഇപ്പൊ കേട്ടിട്ടുള്ളൂ. ഇതപ്പൊ കണ്ടു. താരമോൾക്ക് അതിന്റെ ഉള്ളിലോട്ട് പോവാഞ്ഞിട്ട് ഭയങ്കര തിടുക്കട്ടോ. അതുകൊണ്ട് ആള് ഓടി പോവാണ്. ഇതിനകത്ത് എത്തിയപ്പോ താരമോളുണ്ട് എന്റെ അടുത്ത് പറയുന്നത് പാമ്പ് പാമ്പ് എന്ന്. എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു മരത്തില് പാമ്പിനെ വരച്ചു വെച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു കാഴ്ച. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് വിചാരിച്ചു പോകുള്ളൂ. ഈ മുകളിലത്തെ മരത്തിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നത് പോലെട്ടോ നമുക്ക് തോന്നുന്നത്. താരമോൾക്ക് പുതിയ കൂട്ടുകാരികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല, അങ്ങോട്ട് തന്നെ പോവാൻ തോന്നുകയാണ്. അപ്പൊ എന്റെ അടുത്ത് പറയുന്നുണ്ട് അവള് പോവാന്ന്. നേരം വഴുകി കഴിഞ്ഞാൽ നമുക്ക് കടല് കാണുന്ന ഒരു വൈബ് കിട്ടില്ല കേട്ടോ. കർമ്മ റോഡ് നമ്മൾ കടന്നിരിക്കണം കേട്ടോ. ഇത് പിന്നെ പൊന്നാനിയിലോട്ട് പോകാനുള്ള പാലാണ് ട്ടോ. ഇതിന്റെ മുകളിലൂടെ പോകുമ്പോ നല്ല രസമുള്ള കാഴ്ചകൾ കാണാം ട്ടോ. ആകാശത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ട്ടോ കാണാന്. അങ്ങനെ ഞങ്ങള് കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് കടൽ തീരത്ത് എത്തിയിട്ടോ. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുണ്ട് ട്ടോ. താരമോൾക്ക് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. അത് എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ആള്. ഇനിയിപ്പോ ആദ്യം ഐസ്ക്രീം കഴിച്ചിട്ടാവും അവള് കടൽ ആസ്വദിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വണ്ടിക്കാരുടെ അടുത്ത് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഞാൻ മേടിക്കെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ആദ്യം തന്നെ മേടിച്ചത്. ഞാൻ പിന്നെ വിട്ടു കൊടുക്കുവോ. കടൽ തീരത്ത് നിന്നിട്ട് ആ കടൽ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ തിരമാലകൾ കല്ലിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. കൊച്ചു കുട്ടികളെ പോലെ ഞാനും താരമോൾക്കൊപ്പം കടൽ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചു നിന്നു. കടൽ തിരമാലകൾ വരുന്നതും കണ്ട് ആസ്വദിച്ച് ഐസ്ക്രീമും കഴിച്ച് നോക്കി നിൽക്കുവാണ് എന്റെ താരമോൾ. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് ട്ടോ വരുന്നത്. ഈ ഭാഗങ്ങളിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. താരമോളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ചിരിയും വരുന്നുണ്ട്. അവൾ എന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഒരു കുട്ടി കടലിലോട്ട് ഇറങ്ങുന്ന കാഴ്ച അമ്മ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോ അവൾക്കും കടലിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂണ്ടിക്കാണിക്കണം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോലും പേടിച്ചിട്ട് കടലിലോട്ട് ഇറങ്ങാറില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ താരയുടെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു വലിയ മീനുണ്ട്, അത് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് കുറച്ച് ഒതുങ്ങിയിരുന്നു കേട്ടോ.
വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. കടൽ കാഴ്ചകളും കണ്ട് വീട്ടിലോട്ട് മടങ്ങുന്ന വഴിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് കയറി കേട്ടോ. കർമ്മ റോഡിലോട്ട് തിരിയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. ഏതൊരു ഹോട്ടലിൽ കയറിയാലും എന്താ കഴിക്കാന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അങ്ങനെ കൂടി ആലോചിച്ചിട്ട് ലാസ്റ്റ് ബ്രോസ്റ്റഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിലായി ട്ടോ. താരമോൾക്ക് ഡോറ് തുറക്കാൻ പറ്റാഞ്ഞിട്ട് അവിടുത്തെ ആള് വന്നിട്ട് താരമോൾക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ താരമോളും അമ്മയും അതിനുള്ളിലോട്ട് കയറി ട്ടോ. താഴെ സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ട്ടോ. താരമോൾ അത് കേട്ടതോടെ സ്റ്റെയർകേഴ്സ് കയറാൻ നോക്കുകയാണ് ട്ടോ. അപ്പൊ കടയുടെ ആള് പറയുന്നുണ്ട് മുകളിലോട്ട് പോകാൻ പറ്റില്ല, അവിടെ പ്രാണി ഉണ്ടെന്ന്. അത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ വരും, അതാണ് അവര് പറഞ്ഞത്. കടലൊക്കെ കണ്ട് ക്ഷീണിച്ച് വന്നതല്ലേ താരമോള്, പിന്നെ അവളുടെ കുറച്ച് കുസൃതികൾ ഉണ്ടാവും ട്ടോ. ഇനി നമുക്ക് അതിലോട്ട് പോവാൻ കുറച്ച് സമയം. ആ ടേബിളിന്റെ പുറത്ത് കയറി നിന്നിട്ട് താരമോൾക്ക് ചാടി കളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് താരമോൾ അതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത് ട്ടോ. അമ്മയുടെ കയ്യിൽ ഇരിക്കില്ലാന്ന് കണ്ടപ്പോ പിന്നെ താരമോളെ ഞാൻ മെല്ലെ ഇങ്ങോട്ട് വലിച്ചു എന്റെ കയ്യിലോട്ട്. ടേബിളിന്റെ മുകളിൽ നിന്ന് ഞാൻ താരയെ മാറ്റിയപ്പോ ആൾക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ട്ടോ. പിന്നെ അങ്ങോട്ട് തന്നെ കയറി പോവാണ്. ആള് പിന്നെ എന്റെ കയ്യിലും ഇരിക്കുന്നില്ല ട്ടോ. അങ്ങനെ പിന്നെ താരേനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിട്ട് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ട് താരക്ക്. ആളൊന്ന് കുറച്ചു നേരം ഒതുങ്ങിയിരുന്നു ട്ടോ. ഇനി ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത് ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടപ്പോ ഞങ്ങൾ പിന്നെ ഭക്ഷണം പാർസൽ ചെയ്തു ട്ടോ. ഏതൊരു കടയിൽ കയറിയാലും താരമോൾക്ക് പൈസ എടുത്ത് കൊടുക്കണം ട്ടോ. അത് അവളുടെ ഒരു ശീലമാണ്. അങ്ങനെ ഞങ്ങൾ കടക്കാർക്കും ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ് ട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.